ആകാശവാണി. സ്നേഹിത, കെ സുധാകരൻ എഴുതിയ നാടകം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ആൽബർട്ട് രവി വള്ളത്തോൾ, ട്രീസ ഭാഗ്യലക്ഷ്മി, നാൻസി മീന നെവിൽ, റീന കലാമണ്ഡലം സോഫിയ ജെയിംസ്, കുസുമം ജോൺ സി തോമസ്, നളിനി ശ്രീലത മേനോൻ, ആൽബർട്ടിന്റെ പപ്പ എം സോമശേഖരൻ നായർ, ആൽബർട്ടിന്റെ മമ്മി ഗിരിജ പ്രേമൻ, നാൻസിയുടെ ജ്യേഷ്ഠൻ പള്ളിപ്പുറം ജയകുമാർ, ജെയിംസ് അഭയൻ കലവൂർ, ലോഡ്ജ് മാനേജർ പനാമ ജോസ്. സാങ്കേതിക സഹായം കെ എ സുകുമാരൻ. സംവിധാനം മുഹമ്മദ് റോഷൻ. സ്നേഹിത. സോറി നാൻസി, താൻ വന്നിട്ട് ഒരുപാട് നേരമായോ? കൃത്യം 5 മണിക്ക് തന്നെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പം ഞങ്ങളുടെ മാനേജർ പിടിച്ചു നിർത്തി. ഒരു കല്യാണാലോചന, പുള്ളിയുടെ ഏതോ ഫ്രണ്ടിന്റെ അനിയന് വേണ്ടിയാ. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാത്തുനിന്ന് താൻ ബോറടിച്ചോ? ഹേയ്, നല്ല രസായിരുന്നു റോഡ് വക്കിലിങ്ങനെ നിൽക്കാൻ. ഞാനും കൃത്യം 5-ന് തന്നെ ബാങ്കിൽ നിന്നിറങ്ങി. കഴിഞ്ഞ 10 മിനിറ്റായി ഇതിലെ കടന്നുപോയ സുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും എണ്ണമെടുത്ത് നിൽക്കുമായിരുന്നു. വാ, ഇനി പോവാ. എന്താ ഇനി പ്രോഗ്രാം? ഹോസ്റ്റലിലേക്കല്ലേ? 6:30 വരെ സമയമില്ലേടോ. ഇപ്പോഴേ ആ തടവറയിൽ ചെന്നേറിയിരിക്കണോ? നമുക്ക് വെറുതെ നടക്കാം, കുറച്ച് ശുദ്ധമായി ശ്വസിക്കാം. പിന്നെ ഈ മെയിൻ റോഡിലൂടെ തന്നെ നടക്കണം ശുദ്ധമായി ശ്വസിക്കാൻ. പെട്രോളിന്റെയും ഡീസലിന്റെയും മണമുള്ള നല്ല ശുദ്ധമായ കറുത്ത പുകയല്ലേ അടിച്ചു കയറുന്നത്? അല്ലടോ, നമ്മൾ മാർക്കറ്റ് ജംഗ്ഷൻ വരെ നടക്കുന്നു. പിന്നെ കോഫി ഹൗസിൽ കയറി ചൂടുള്ള പഴംപൊരിയും കാപ്പിയും കഴിക്കുന്നു. അത് കഴിഞ്ഞ് പബ്ലിക് ലൈബ്രറി പോയി 2 ബുക്ക് എടുത്തിട്ട് മ്യൂസിയത്ത് പോയി കാറ്റുകൊള്ളുന്നു. പ്രോഗ്രാം എപ്പിടി? വാ നടക്ക. എടോ, റോഡിന്റെ എതിർവശത്തേക്ക് നോക്കിയേ. ആ ജീൻസ് ഇട്ട താടിക്കാരൻ തന്നെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയാ പോകുന്നേ. നേരെ നോക്കി നടന്നില്ലേലേ അയാള് വല്ല സിറ്റി ബസിന്റെ അടിയിൽ ചെന്ന് കേറിക്കോളും. ഒരു പാവ സൗന്ദര്യാസ്വാദകനെ കുറിച്ച് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയാതെടോ. ടോക്കൺ നമ്പർ 17. ആളില്ലേ? ഉണ്ട്. ദാ ടോക്കൺ. എത്ര രൂപയാ? 3000. ഇതാ എണ്ണി നോക്കിക്കോളൂ. ഓ, 1 2 3. ടോക്കൺ നമ്പർ 18. എത്രയാ? 1500. 29 30 31. എക്സ്ക്യൂസ് മീ മാഡം, ഇതിൽ 100 രൂപ അധികമുണ്ട്. ശരിക്കും എണ്ണിയായിരുന്നോ? ഉവ്വ്, ഇതാ 100 രൂപ. താങ്ക് യു. എന്നിട്ട് അയാൾക്ക് എണ്ണം തെറ്റിയെന്ന് തനിക്കെങ്ങനെ മനസ്സിലായി? ക്യാഷ് ബാലൻസ് നോക്കിയപ്പോ 100 രൂപ കൂടുതൽ. ഞാനത് ആരോടും മിണ്ടിയില്ല. പറഞ്ഞ കെയർലെസ് ആയിട്ടാ ജോലി ചെയ്യുന്നതെന്ന് ക്രിറ്റിസിസം വരും. ആ 100 രൂപ എന്ത് ചെയ്യും? അതാ ഇപ്പൊ എന്റെ വിഷമം. ഞാനൊരു വഴി പറഞ്ഞുതരാം. പറ. അടുത്ത സൺഡേ നമ്മൾ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ലഞ്ച് കഴിക്കുന്നു. ബാക്കി വല്ലതുമുണ്ടെങ്കിൽ ഓരോ ഐസ്ക്രീം. 100 രൂപ അപ്രത്യക്ഷമാവുന്നു. പോടോ, അത് ശരിയല്ല. വല്ലവരുടെയും പൈസ നമുക്ക് വേണ്ട. എന്നാൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. അതിനാളെ അറിയത്തില്ലല്ലോ. അതിനൊരു വഴിയുണ്ട്. എന്തു വഴി? ആ ചെക്കിൽ അക്കൗണ്ട് നമ്പർ ഇല്ലേ, അത് വെച്ച് ലെഡ്ജറി നോക്കി അഡ്രസ് കണ്ടുപിടിക്ക്. 100 രൂപ മണി ഓർഡർ അയച്ചു കൊടുക്കാം. അത് ശരിയാ. നാൻസി, അയാളുടെ അഡ്രസ് കിട്ടി. സുവർണ ലോഡ്ജ്, രാജദാസപുരം. അയാളുടെ പേര് CL ആൽബർട്ട്. ടെലിഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ട്, 764031. ഇനി എന്ത് ചെയ്യും? സിമ്പിൾ. താൻ സുവർണ ലോഡ്ജിലേക്ക് ഫോൺ ചെയ്ത് മിസ്റ്റർ CL ആൽബർട്ടിനെ ആവശ്യപ്പെടുന്നു. അയാൾ ലൈനിൽ വരുന്നു. നാളെ രാവിലെ മര്യാദയ്ക്ക് ബാങ്കിൽ വന്ന് ആ 100 രൂപ വാങ്ങിക്കൊണ്ടുപോകാൻ താൻ പറയുന്നു. അയ്യോ, ഞാൻ പറയണോ? പിന്നെ ഞാൻ പറയണോ? പ്ലീസ് നാൻസി, എനിക്ക് വേണ്ടി താൻ സംസാരിച്ചാ മതി.
തനിക്കാ ഇതിനൊക്കെ മിടുക്ക്. ഞാനാണോ താനാണോ സംസാരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാകത്തില്ലല്ലോ. അവനവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന പ്രമാണം. ഹാ, എന്നാലും താൻ എന്റെ കൂട്ടുകാരിയല്ലേ? തന്നെയുമല്ല, പാപം ചെയ്തത് മിസ്റ്റർ ആൽബർട്ടുമാണല്ലോ. വാ, ഇപ്പൊ തന്നെ നമുക്ക് അയാളെ വിളിച്ച് വരട്ടാം. എടോ, ബെല്ലടിക്കുന്നുണ്ട്. ഹലോ, ദിസ് ഈസ് സുവർണ ലോഡ്ജ്. ആരെയാണ് വേണ്ടത്? മിസ്റ്റർ ആൽബർട്ടിനെ ഒന്ന് തരാമോ പ്ലീസ്? റൂം നമ്പർ പറയൂ. സോറി, റൂം നമ്പർ അറിയില്ല. ആരാണ് വിളിക്കുന്നത്? ഒരു ഫ്രണ്ടാണ്, പേര് ട്രീസ. ഇവിടെ 2 ആൽബർട്ട്മാരുണ്ട്. ആൽബർട്ട് അലക്സും CL ആൽബർട്ടും. ഇതിൽ ആരെയാണ് വേണ്ടത്? CL ആൽബർട്ടിനെ. പ്ലീസ് ഹോൾഡ് ഓൺ. ഡാ, 12-ലെ ആൽബർട്ടിന് ഫോണുണ്ടെന്ന് പറ. ഏതോ പെണ്ണാ വിളിക്കുന്നത്. ട്രീസേ, അയാളെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. ഇപ്പൊ വരും. തനിക്ക് സംസാരിക്കാമോ? അയ്യോ, എനിക്ക് വയ്യ. ഹലോ ഹലോ, ആൽബർട്ട് ഹിയർ. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ട്രീസ. ഇന്നലെ നിങ്ങൾ ബാങ്കിൽ വന്ന് എന്തു പണിയാ കാണിച്ചേ? അവസാനം ആ 100 രൂപ എങ്ങനെ അധികം വന്നു എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നറിയാമോ? ഓ, ക്യാഷ്യറാണോ നിങ്ങൾ? അതെ, മനസ്സിലായില്ലേ? മനസ്സിലായി. സോറി, തെറ്റുപറ്റിയത് എനിക്കാണ്. സാരമില്ല. നാളെ തന്നെ ബാങ്കിൽ വന്ന് അത് വാങ്ങിച്ചോണ്ട് പോണം. വരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ? എന്റെ അക്കൗണ്ടിൽ ആ 100 രൂപ അടച്ചേക്കാമോ? എങ്കിൽ ഞാൻ വെറുതെ അവിടെ വരെ വരണ്ടായിരുന്നു. അതൊന്നും പറ്റില്ല. നാളെ വന്ന് വാങ്ങുന്നതാണ് നല്ലത്. താൻ എന്ത് പണിയാ കാണിച്ചേ? അയാൾ നാളെ ബാങ്കിൽ വന്ന് ഇത് വല്ലതും ആരോടെങ്കിലും പറഞ്ഞാ എനിക്കാ കുറ്റം. അക്കൗണ്ടിൽ അടച്ചേക്കാവെന്ന് പറഞ്ഞാ പോരായിരുന്നോ? ട്രീസ പേടിക്കണ്ട, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അയാൾ വരട്ടെ. വീരനെ തനിക്ക് ശരിക്കൊന്ന് കാണാമല്ലോ. ടോക്കൺ നമ്പർ 40. എക്സ്ക്യൂസ് മീ, ട്രീസ എന്നല്ല പേര്? അതെ. എന്റെ പേര് ആൽബർട്ട്. ഇന്നലെ ഫോൺ ചെയ്തിരുന്നില്ലേ? ആ 100 രൂപ. ഓ, ശരി ശരി, ഇതാ രൂപ. താങ്ക്സ്. അസൗകര്യമുണ്ടായതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. സത്യത്തിൽ ഇതുപോലെ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ. ടോക്കൺ നമ്പർ 40. നാൻസി, അയാൾ ഇന്ന് ബാങ്കിൽ വന്നായിരുന്നു. ആര്? ആ ആൽബർട്ടെ. രൂപ കൊടുത്തോ? കൊടുത്തു. അപ്പൊ അയാൾ കുറെ സോറിയൊക്കെ പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്തില്ല. തനിക്ക് എന്തായാലും മനസമാധാനായല്ലോ. എടോ നാൻസി, അയാൾക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ആർക്ക്? ആ ആൽബർട്ടിനെ. എന്താ ട്രീസ തനിക്കിപ്പോ അങ്ങനെ തോന്നാൻ കാരണം? ഒരു ദിവസം അയാൾ വന്ന് 500 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. പിറ്റേ ദിവസം വന്ന് അത്രയും രൂപ വിത്ഡ്രോ ചെയ്തു. അതിന്റെ അടുത്ത ദിവസം വന്ന് വീണ്ടും 500 രൂപ ഇട്ടു. പിറ്റേ ദിവസം വന്ന് അത് അയാൾ പിൻവലിച്ചു. ഇന്നലെയും വന്ന് 500 രൂപ ഇട്ടു. എന്നാൽ ഇന്ന് വന്ന് ആ രൂപയും പിൻവലിക്കും. അയാളുടെ തലയ്ക്കല്ല കുഴപ്പം, പിന്നെ ഹൃദയത്തിന്. എന്നുവെച്ചാൽ അയാൾക്ക് തന്നോട് പ്രേമമാ. തന്നെ കാണാനാ അയാൾ ഇങ്ങനെ ദിവസവും ബാങ്കിൽ വരുന്നത്. ഒന്നും പോ നാൻസി. ട്രീസ, ഒന്ന് നിൽക്കൂ പ്ലീസ്. എന്താ? എനിക്ക് ട്രീസയോട് വളരെ പേഴ്സണലായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പറയൂ, എന്താണ്? ഈ റോഡരികിൽ നിന്നുകൊണ്ട് പറയാനുള്ളതല്ല അത്. ഞാൻ ട്രീസയുടെ ഹോസ്റ്റലിലേക്ക് വരാം. അത് വേണ്ട. എന്ത് തന്നെയാണെങ്കിലും ഇപ്പം പറഞ്ഞോളൂ. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ എന്റെ കൂട്ടുകാരി കാത്തു നിൽക്കും. ട്രീസ ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാത്ത് ഞാനും നിൽക്കുകയായിരുന്നു. എനിക്ക് ട്രീസയെ ഇഷ്ടമാണ്. ട്രീസയെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ മിസ്റ്റർ ആൽബർട്ടിന് എന്നോട് ഇഷ്ടം തോന്നാൻ കാരണം?
കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ഏതൊരു പുരുഷന്റെ മനസ്സിൽ അയാളുടെ സങ്കല്പത്തിലുള്ള വധുവിന്റെ ഒരു ചിത്രം ഉണ്ടായിരിക്കുമല്ലോ. എന്റെ മനസ്സിലുള്ള ചിത്രവുമായി ട്രീസയ്ക്ക് വളരെയധികം സാമ്യമുണ്ട്. പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ. കൂട്ടുകാരി കാത്തു നിൽക്കുമല്ലേ? ശരി, നമുക്ക് നടക്കാം. ഞാനും അങ്ങോട്ടാണ്. എന്നെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. വീട് മൂവാറ്റുപുഴയാണ്. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പോളിറ്റിക്സ് പഠിപ്പിക്കുന്നു. താമസം രാജദാസപുരത്തൊരു ലോഡ്ജിലാണ്. അക്കാര്യം ട്രീസയ്ക്ക് അറിയാലോ. എവിടെയാണ് ട്രീസയുടെ വീട്? കോട്ടയത്താ. എനിക്ക് 2 സിസ്റ്റേഴ്സാണുള്ളത്. 2 പേരും മാരേജ് കഴിഞ്ഞ് ഫാമിലിയായി അമേരിക്കയിലാണ് താമസം. പപ്പയും മമ്മിയും ഇപ്പം അവരുടെ കൂടെ. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്താ പിന്നെ ആൽബർട്ടും കൂടെ അങ്ങ് പോകാത്തത്? അന്യനാട്ടിൽ പോയി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ട്രീസ. നമ്മുടെ ഈ കാറ്റും വെയിലും മഴയും, നമ്മുടെ ആകാശവും ഭൂമിയും, നമ്മുടെ മരങ്ങളും മനുഷ്യരും ഒക്കെയാണ് എനിക്കിഷ്ടം. അത് പോട്ടെ, ഞാൻ ചോദിച്ചതിനെക്കുറിച്ച് ട്രീസ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ട്രീസയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമാണോ? സോറി, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. അതൊക്കെ എൻ്റെ വീട്ടുകാർ തീരുമാനിച്ചോളും. ദയവായി ഇനി ഈ കാര്യം സംസാരിക്കാൻ വരരുത്. എന്നിട്ട് താനെന്തു പറഞ്ഞു? മേലിൽ ഇക്കാര്യം സംസാരിക്കാൻ എൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞു. യു ആർ എ ഫൂൾ. വൈ? കണ്ടാൽ നല്ല സുന്ദരൻ, യൂണിവേഴ്സിറ്റി ലെക്ചറർ. ഇപ്പൊ UGC ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ നിസാരമൊന്നും അല്ലടോ. പോരാത്തതിന് ബന്ധുക്കളൊക്കെ അമേരിക്കയിൽ. എന്താ, തനിക്ക് അയാളെ പിടിച്ചില്ലേ? എടോ, അയാൾ പറയുന്നൊക്കെ നേരാണോന്ന് ആർക്കറിയാം. എന്തായാലും അയാൾ ലെക്ചറർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ഒരു കോളേജ് അധ്യാപകൻ നടു റോഡിൽ വെച്ച് ഒരു പെണ്ണിനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയല്ല. ഹോസ്റ്റലിൽ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് താൻ സമ്മതിക്കാത്തോണ്ടല്ലേ? അയാളുടെ അപ്പനും അമ്മയും ബന്ധുക്കളും ഒക്കെ അമേരിക്കയിലാണത്രേ. അയാൾക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ലെന്ന്. ആർക്കെങ്കിലും അമേരിക്കയിൽ പോകാൻ ഇഷ്ടമില്ലാതിരിക്കുമോ? അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അയാൾ പറഞ്ഞ എല്ലാം പച്ച കള്ളമാണെന്ന്. അമേരിക്കയിൽ പോകാൻ ഇഷ്ടമില്ലാത്തവരും കാണും. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ എടുക്കാം. അവിടുത്തെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാൽ പോലും ഞാൻ അങ്ങോട്ട് പോകത്തില്ല. എന്നാലും ആരെയും നമ്മൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല നാൻസി. അത് ശരിയാ. റൂം നമ്പർ 30 റീന സെബാസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പോളിറ്റിക്സ് BA-ക്കല്ലേ പഠിക്കുന്നേ? നമുക്ക് അവളോടൊന്ന് ചോദിച്ചു നോക്കാം. ശരി, വാ. റീനേ, റീനേ. എന്താ നാൻസി ചേച്ചി? അല്ല, രണ്ടാളുണ്ടല്ലോ. റീനേ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആൽബർട്ട് എന്നൊരു ലെക്ചർ ഉണ്ടോ? ഇല്ലല്ലോ ചേച്ചി. എന്താ ചോദിച്ചേ? ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു? ഒരുത്തിനും വിശ്വസിക്കാൻ പറ്റത്തില്ല നാൻസി. സിറ്റിയല്ലേ, പല വേഷത്തിലും പല ഭാവത്തിലും റോമിയോമാർ വലയും കൊണ്ട് ചുറ്റിപ്പറ്റി നടക്കും. ചില വിഡ്ഢി പെണ്ണുങ്ങൾ അവരുടെ കെണിയിൽ ചെന്ന് വീഴുകയും ചെയ്യും. എല്ലാ പുരുഷന്മാരും അങ്ങനെയുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരാ നല്ലവര്, ആരാ കള്ളന്മാരെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? സൂക്ഷിക്കേണ്ടത് നമ്മളാ. അയാളന്ന് ബാങ്കിൽ വെച്ച് മനഃപൂർവ്വമാ ആ 100 രൂപ നോട്ടിന്റെ കളി കളിച്ച് എന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ. പക്ഷേ ബാങ്കിൽ വരാൻ അസൗകര്യമുണ്ടെന്നും അക്കൗണ്ടിൽ ആ പണം അടച്ചേക്കുമെന്നല്ലേ അയാൾ പറഞ്ഞത്? പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേ അയാൾ വന്നത്? അതാ നാൻസി അസൽ കള്ളന്റെ ലക്ഷണം. നിഷ്കളങ്കനാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. നമ്മളത് മനസ്സിലാക്കിയോ? ഇല്ല. അതാ അയാളുടെ വിജയം. എക്സ്ക്യൂസ് മീ, ട്രീസയുടെ കൂട്ടുകാരിയല്ലേ? അതെ, മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ആൽബർട്ട്. ട്രീസയുടെ പരിചയക്കാരനാണ്. ട്രീസയെ കാത്തു നിൽക്കുന്നത് പല ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ആൽബർട്ട് ആണല്ലേ? ട്രീസ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ച് എന്താണ് ട്രീസ പറഞ്ഞത്? അവളെ കെട്ടാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന്. അതിരിക്കട്ടെ, ആൽബർട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാണ്. യൂണിവേഴ്സിറ്റി കോളേജിലോ? അല്ല, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ്. ഏതാണ് വിഷയം? രാഷ്ട്രമീമാംസ, അതായത് പൊളിറ്റിക്കൽ സയൻസ്. ഇതുവരെ ഇയാൾ പേരൊന്നും പറഞ്ഞില്ലല്ലോ. സോറി, എന്റെ പേര് നാൻസി എന്നാണ്. ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്നു. ട്രീസയും ഞാനും ഹോസ്റ്റലിൽ റൂംമേറ്റ്സ് ആണ്. ആഹാ,
അതാ നാൻസിയുടെ കൂട്ടുകാർ വരുന്നുണ്ട്. ഞാൻ ഇനി നിൽക്കുന്നില്ല. എന്നെ കണ്ടാൽ ട്രീസയുടെ മൂഡ് പോകും. ആൽബർട്ട് പോകരുത്, നിൽക്കൂ പ്ലീസ്. വേണ്ട നാൻസി, സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ അവരെ പിന്നെ ശല്യപ്പെടുത്താറില്ല. ബൈ. എടോ, താനെന്തെങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കുന്നേ? ആൽബർട്ട് എന്നെ വന്ന് പരിചയപ്പെട്ടു. താൻ വരുന്നത് കണ്ടോണ്ട് ഇപ്പോഴാ പോയത്. സൂക്ഷിച്ചോ, അയാളിനി നിന്നെ വളയ്ക്കാനുള്ള ശ്രമത്തിലാ. അതുകൊണ്ടാ എന്നെ കണ്ടപ്പോ സ്ഥലം വിട്ടത്. റൂം നമ്പർ 25-ലെ കുസുമകുമാരിയെ തനിക്കറിയാമോ? അറിയാം. അവള് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലല്ലേ പഠിക്കുന്നേ? ആ അതെ. ഹോസ്റ്റലിൽ ചെന്നിട്ട് അവളെ നമുക്കൊന്ന് കാണണം. എന്തിനാ നാൻസി? അത് അന്നേരം അറിഞ്ഞാ മതി. കുസുമം, നിങ്ങളുടെ ക്യാമ്പസിൽ ആൽബർട്ട് എന്നൊരു ലെക്ചർ ഉള്ളതായിട്ട് അറിയാമോ? ഉണ്ടല്ലോ ചേച്ചി, പുള്ളി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലാ. കുസുമത്തിന് നേരിട്ടറിയാമോ അയാളെ? പിന്നില്ലേ, ഞങ്ങൾ ഒരേ നാട്ടുകാരാ. മൂവാറ്റുപുഴയിലാ സാറിന്റെയും വീട്. സാറിന്റെ വീട്ടുകാരെയൊക്കെ കുസുമത്തിനറിയാമോ? ആ, എന്റെ മൂത്ത ചേട്ടൻ കല്യാണം കഴിച്ചേക്കുന്നത് സാറിന്റെ വീടിന്റെ തൊട്ടടുത്തൂന്നാ. സാറിന്റെ വീട്ടുകാരൊന്നും നാട്ടിലില്ല, എല്ലാരും അമേരിക്കയിലാ. എന്താ ചേച്ചി ചോദിച്ചേ? അല്ല, എന്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു കല്യാണാലോചന. ആളെങ്ങനെയുണ്ടെന്ന് അറിയാനാ. ക്യാമ്പസിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാ ആൽബർട്ട് സാറിനെ കുറിച്ച്. നന്നായിട്ട് പഠിപ്പിക്കും, കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടാ. ആളൊരു പഞ്ചാരയാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ശുദ്ധ നുണയാ ചേച്ചി. അങ്ങനെ അനാവശ്യമായി ആരോടും സംസാരിക്കുന്ന ആളല്ല ആൽബർട്ട് സാർ. എന്താ, തൃപ്തിയായില്ലേ മിസ് ട്രീസ ഫ്രാൻസിസിന്? വൈകുന്നേരം കാണണമെന്ന് ട്രീസ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹോസ്റ്റല് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ ആൽബർട്ട്? ഇല്ല, എനിക്കറിയായിരുന്നു. ആരെങ്കിലും കാണാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ട്രീസയെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ ട്രീസയെക്കുറിച്ച് ഞാൻ ഇത്തിരി റിസർച്ചൊക്കെ നടത്തി. താമസം ഇവിടെയാണെന്ന് നേരത്തെ കണ്ടുപിടിച്ചതാ. ആഹാ, വേറെന്തൊക്കെ കണ്ടുപിടിച്ചു? കുറച്ച് മാത്രം. വീട് കോട്ടയത്താണെന്ന് ട്രീസ എന്നെ അന്ന് പറഞ്ഞായിരുന്നല്ലോ. അന്ന് ഞാൻ ഇത്തിരി മര്യാദയില്ലാതെ പെരുമാറിയെന്ന് തോന്നി. ഓ സോറി. ഞാനൊരു പഴഞ്ചൻ മട്ടുകാരി ആൽബർട്ട്. കല്യാണക്കാരിയൊക്കെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണെന്ന എന്റെ വിശ്വാസം. ആ, ട്രീസയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് മതിയല്ലോ വീട്ടുകാരോട് ആലോചിക്കുന്നെന്ന് വിചാരിച്ചിട്ടാ ഞാൻ നേരിട്ട് വന്ന് ചോദിച്ചത്. സാരമില്ല, ട്രീസയ്ക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ സമാധാനമായി. ട്രീസയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചാച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 4 മക്കളാ. 3 പെണ്ണും ഒരാണും. ചേച്ചിമാരെ കെട്ടിച്ചു കഴിഞ്ഞു. അനിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. ട്രീസയുടെ ചാച്ചൻ എന്ത് ചെയ്യുന്നു? ബിസിനസ്സാ, റബ്ബർ മാർക്കറ്റിംഗ്. ആ, എൻ്റെ പപ്പയും മമ്മിയും 2 മാസത്തിനകം സ്റ്റേറ്റ്സിൽ നിന്ന് വരും. അവർ ചെന്ന് ട്രീസയുടെ ചാച്ചനോട് സംസാരിക്കട്ടെ. ഇന്ന് തന്നെ ട്രീസയുടെ കാര്യം ഞാൻ പപ്പയ്ക്ക് എഴുതാൻ പോവുക. ആൽബർട്ടിന്റെ പപ്പയ്ക്കും മമ്മിക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ട്രീസയെ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ട്രീസയെ കാണുമ്പം അവരെന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യും. ആൽബർട്ട് എന്താ ലോഡ്ജിൽ താമസിക്കുന്നേ? നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റലില്ലേ? ഉണ്ട്, പക്ഷേ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിലോ നല്ല ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണമെങ്കിലോ സിറ്റിയിലാവുന്ന നല്ലത്. അതുകൊണ്ടാണ് ലോഡ്ജിൽ താമസിക്കാമെന്ന് വെച്ചത്. സൗകര്യത്തിന് നല്ലൊരു വീട് കിട്ടിയാൽ വാങ്ങണമെന്നുണ്ട്. അല്ലെങ്കിൽ വാടക വീട് നോക്കണം. മാരേജ് കഴിയുമ്പോൾ താമസിക്കണ്ടേ? അപ്പോ ആൽബർട്ട് എല്ലാം തീർച്ചപ്പെടുത്തി കഴിഞ്ഞോ? ഉവ്വ്, ഇനി മാറ്റമൊന്നുമില്ല. ആ, പോയോ തന്റെ ആൽബർട്ട്? പോയി. എന്ത് തീരുമാനിച്ചു? എന്നെ കെട്ടും എന്ന വാശിയില്ല. എന്നിട്ട് താനെന്തു പറഞ്ഞു? ആൽബർട്ടിന്റെ പപ്പയും മമ്മിയും വരട്ടെ, അവരുടെ ഇഷ്ടം കൂടി അറിയണമല്ലോ. എന്തായാലും കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്റെ ആൽബർട്ടിനോട് ബ്രോക്കർ ഫീസ് വാങ്ങിക്കും.
കിട്ടുമെങ്കിൽ വാങ്ങിച്ചോ. നളിനി, താൻ ഇങ്ങനെ നോവലും വായിച്ചിരുന്നാ മതിയോ? ഫൈനൽ ഇയർ അല്ലേ, വല്ലതും പഠിക്കണ്ടേ? എന്തിനാ ചേച്ചി വെറുതെ പാടുപെട്ട് പഠിക്കുന്നേ? MA ജയിച്ചാലും ഇല്ലെങ്കിലും ഒരുപോലെ. പരീക്ഷ കഴിഞ്ഞാലുടൻ എന്റെ മാരേജ് നടക്കും. എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാ. അപ്പോ നമ്മൾ വെറുതെ തല പുകയ്ക്കുന്നത് മണ്ടത്തരമല്ലേ? അതിരിക്കട്ടെ, നിങ്ങളുടെ ക്യാമ്പസിൽ ആൽബർട്ട് എന്നൊരു ലെക്ചറുണ്ട്. പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലാ, അറിയോ? കൊള്ളാം. സ്വാമി അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ചേച്ചി ഞങ്ങളുടെ ക്യാമ്പസിൽ? സ്വാമിയോ? ഞങ്ങൾ ഗേൾസിന്റെ ഇടയിൽ സ്വാമി എന്ന പേരിൽ ആൽബർട്ട് സാർ അറിയപ്പെടുന്നേ. അതെന്താ നളിനി സ്വാമിന്ന്? അയ്യോ ട്രീസി ചേച്ചി, വേറൊന്നും കൊണ്ടല്ല. അതിസുന്ദരൻ, പക്ഷേ നിസ്സംഗൻ. എന്താ ആൽബർട്ട് സാറിന്റെ കാര്യം ചോദിച്ചേ? അല്ല, എന്റെ ഒരു കൂട്ടുകാരിയെ പുള്ളി കെട്ടാൻ പോവാ. ആരാ ചേച്ചി ആ ഭാഗ്യവതി? പറഞ്ഞ നളിനി അറിയത്തില്ല. എനിക്ക് നളിനിയുടെ ഒരു സഹായം വേണം. ഞാൻ എന്ത് ചെയ്യണം? പറ ചേച്ചി. പുള്ളിയുടെ മേൽ ഒരു കണ്ണ് വേണം. ഏതെങ്കിലും പെണ്ണുമായി ആവശ്യത്തിലധികം കമ്പനി അടിക്കുന്ന കണ്ടാൽ എന്റെ അടുത്ത് വന്ന് പറയണം. അത്രേ ഉള്ളോ? അക്കാര്യം ഞാൻ ഏറ്റു. ഞായറാഴ്ചയായിട്ടും ഞാനിന്ന് ഹോസ്റ്റലിലേക്ക് വന്നത് ട്രീസയെ പുറത്തേക്കൊന്ന് കൊണ്ടുപോകാനാണ്. എന്തിനാ പുറത്തേക്ക് പോകുന്നത്? പഴയ രാജകൊട്ടാരത്തിനടുത്ത് സായാഹ്നത്തിൽ മാത്രം തുറക്കുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ പുൽത്തകടിയിലിട്ട കസാരകളിൽ ഇരുന്നുകൊണ്ട് ഓരോ കപ്പ് കാപ്പി കുടിക്കാം, സംസാരിക്കാം. ഹേയ്, ഹോട്ടലിലേക്കൊന്നും ഞാൻ വരത്തില്ല. ആഹാ, എങ്കിൽ നമുക്ക് ശംഖുമുഖത്ത് പോവാം. ബീച്ചിലിരുന്ന് കുറച്ചു നേരം കാറ്റ് കൊള്ളാം. അയ്യോ, ബീച്ചിലേക്കെങ്ങും ഞാനില്ല. മ്യൂസിയത്ത് പോയാലോ? അല്ലെങ്കിൽ കനകക്കുന്ന് പാലസിൽ പോവാം. അവിടെ ഫ്ലവർ ഷോ നടക്കുമല്ലേ? ഒരിടത്തോട്ട് ഞാനില്ല ആൽബർട്ടെ. അതെന്താ ട്രീസ? നമ്മളെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് പരിചയക്കാർ ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും? നമ്മൾ രണ്ടുപേരും പ്രേമത്തിലാണെന്ന് വിചാരിക്കും. അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. ട്രീസ എന്താ വേറെ നാട്ടിൻ പുറത്തുകാരിയെ പോലെ സംസാരിക്കുന്നേ? അവർക്ക് പോലും ട്രീസയേക്കാൾ തന്റെ ഇടമുണ്ട്. ട്രീസ ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് ഒരു ദിവസം വാ. ചില കോളേജുമാരുടെ ധൈര്യം കാണണം. എനിക്ക് അത്തരം ധൈര്യം ഒന്നും വേണ്ട. വെറുതെ ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. എന്ത് ചീത്തപ്പേരുണ്ടാകാനാ? ഞാൻ തന്നെ കെട്ടാൻ പോവില്ലടോ. എന്നാലേ കെട്ടിക്കഴിഞ്ഞു മതി ഒന്നിച്ച് കാപ്പി കുടിക്കാനും കാറ്റ് കൊള്ളാനും പോകുന്നത്. എന്താ ട്രീസ താനിങ്ങനെ അൺറൊമാൻറ്റിക്കായി സംസാരിക്കുന്നേ? കുറച്ചു നേരം എന്നോടൊപ്പം ചെലവഴിക്കാൻ തനിക്ക് മോഹമില്ലേ? എന്തെങ്കിലുമൊക്കെ സംസാരിച്ച്, കളി പറഞ്ഞ് ചിരിച്ച്, കണ്ണിൽ കണ്ണിൽ നോക്കി, കൈവിരലൊന്ന് തൊട്ട്. കല്യാണത്തിന് മുമ്പ് അതിനൊന്നും എന്നെ കിട്ടത്തില്ല. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? ട്രീസയ്ക്ക് ഒരു പ്രേമപരാജയം ഉണ്ടായിട്ടുണ്ട്. എനിക്കോ? അതെ. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും. ഓഹോ, അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നേ? എന്താ ട്രീസ ഇത്? ഇരിക്കൂ പ്ലീസ്. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. ഒന്നും പറയണ്ട. നിങ്ങളുടെ മനസ്സിരിപ്പ് എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എനിക്ക് മതിയായി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അയ്യോ ട്രീസ പ്ലീസ് പോകരുത്. ഇത്രയുമാണ് നാൻസി സംഭവിച്ചത്. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. പക്ഷെ ട്രീസ അത് സീരിയസ് ആയിട്ട് എടുത്തു കളഞ്ഞു. ആൽബർട്ട് അവളെ ഇൻസൾട്ട് ചെയ്തെന്നാ അവൾ പറഞ്ഞത്. ഒക്കെ തെറ്റിദ്ധാരണയാ നാൻസി. മാപ്പ് പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ ഫോൺ ചെയ്തു. പക്ഷേ അവൾ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ബാങ്ക് വിട്ടപ്പോൾ കാത്തു നിന്നു. പക്ഷെ അവൾ ഒഴിഞ്ഞു പോയി കളഞ്ഞു. ഇക്കാര്യത്തിൽ നാൻസി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കാം. ആ പാവ ആൽബിയെ കണ്ടിട്ട് എനിക്കൊന്ന് കഷ്ടം തോന്നി. താൻ ഇങ്ങനെ ദുർവാശി കാണിക്കുന്നത് ശരിയല്ല ട്രീസ. തനിക്കങ്ങനെ പറയാം. ഞാൻ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല. തെറ്റ് ചെയ്യാതെ കുറ്റമേൽക്കേണ്ട കാര്യം എനിക്കില്ല. പ്രേമിക്കുന്നതൊരു കുറ്റമാണെന്നാണോ ട്രീസ?
അതെനിക്കറിയാൻ മേല. എന്നാലും എന്നെ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചാന്നൊക്കെ തനിക്കറിയാമോ? എന്റെ ചാച്ചൻ ഞങ്ങളെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടാ വളർത്തിയെ. പ്രീ ഡിഗ്രിക്ക് ഞാൻ കോട്ടയത്തായിരുന്നു, ഡിഗ്രിക്ക് എറണാകുളത്തും, രണ്ടും വിമൻസ് കോളേജ്. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് പോലും ഒരൊറ്റ ബോയ്സിനോട് എനിക്ക് മിണ്ടേണ്ടി വന്നിട്ടില്ല. തനിക്ക് ആണുങ്ങളെ ഇത്ര പേടി വരാൻ കാരണം അത് തന്നെ. താൻ മിക്സഡ് കോളേജിലാണ് പഠിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും ഇതുപോലെ വല്ലതും പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടാവാടി ആകത്തില്ലായിരുന്നു. തനിക്ക് അങ്ങനെ പറയാം. ആവശ്യമില്ലാതെ കളിതമാശയൊക്കെ പറയാൻ എന്നെ കിട്ടത്തില്ല. പെണ്ണുങ്ങളായാൽ അടക്കം ഒതുക്കം വേണമെന്ന് ചാച്ചൻ എപ്പോഴും പറയും. വീട്ടിൽ പരിചയമില്ലാത്ത പുരുഷന്മാരാരെങ്കിലും വന്നാ ഞങ്ങൾ മുറിയിന്ന് വെളിയിലോട്ട് ഇറങ്ങത്തില്ലായിരുന്നു. ആ ട്രീസ, തനിക്ക് ആൽബർട്ടിനോട് ഇഷ്ടമുണ്ട് ഇല്ലേ? ഉണ്ട്. ഇഷ്ടമുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമിക്കേണ്ടതല്ലേ? ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ആൽബർട്ട് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇത്തവണ ആ പാവത്തിനോട് ക്ഷമിച്ചൂടെ? താൻ പറഞ്ഞതുകൊണ്ട് മാത്രമാ. ഇനി ഇങ്ങനെ വല്ലോ ആൽബർട്ട് പറഞ്ഞ അന്ന് ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യും. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇങ്ങ് പോരുമായിരുന്നു. ട്രീസോട് സംസാരിച്ചോ? സംസാരിച്ചു, കുഴപ്പമില്ല. ഞാൻ ഒരുവിധം എല്ലാം പറഞ്ഞ് നേരെയാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ ആൽബർട്ട് ട്രീസയെ ചെന്ന് കാണണം. ഓ, കാണാം. പക്ഷേ അന്നേരം നാൻസി കൂടെ വേണം ഒരു ബലത്തിന്. അത് വേണ്ട. പൂച്ചയ്ക്ക് എന്നതാ പൊന്നുരുക്കുന്നിടത്ത് കാര്യം. നാൻസി ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ട്രീസയ്ക്ക് അത് മനസ്സിലാവത്തില്ല. പൂച്ചയുടെ കാര്യം പറഞ്ഞാ ഞങ്ങൾ തമ്മിൽ തെറ്റിയത്. ട്രീസ, ഇവിടെ നല്ല ഒന്നാം തരം മട്ടൺ കട്ട്ലറ്റ് കിട്ടും. ഓർഡർ ചെയ്യട്ടെ? വേണ്ട ആൽബർട്ട്, എനിക്ക് കോഫി മാത്രം മതി. ശരി, കോഫി എങ്കിൽ കോഫി. നമ്മളിങ്ങോട്ട് വന്നത് നാൻസി അറിഞ്ഞോ? ഞാനവളെ വിളിച്ചായിരുന്നു. അവള് നേരെ ബാങ്കിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോയി കാണും. അവളെന്താ പറഞ്ഞെന്നൊന്ന് കേൾക്കണോ? എന്താ? സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ വരുന്നില്ലെന്ന്. നാൻസിക്ക് വിവരമുണ്ട്. പാവ നാൻസി. നമ്മൾ തമ്മിൽ കൂട്ടായത് അവക്കാ നഷ്ടം. എന്ത് നഷ്ടം? കൂട്ടുകാരിയെ ഞാൻ തട്ടിയെടുത്തില്ലേ? അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പാർക്കിലോ ലൈബ്രറിയിലോ കാപ്പി കുടിക്കാനോ ഒക്കെ പോകായിരുന്നില്ലേ? നാൻസിക്ക് കല്യാണാലോചന വല്ലതും ഉണ്ടോ ട്രീസ? ആ, അടുത്ത സൺഡേ അവൾ വീട്ടിൽ പോകുന്നുണ്ട്. പെണ്ണ് കാണലാണ് സംഭവം. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ട്രീസയുടെ ഒരു ഫോട്ടോ എനിക്ക് തരണം. എന്തിനാ ഇപ്പൊ എന്റെ ഫോട്ടോ? അതെന്തൊരു ചോദ്യമാ എന്റെ ട്രീസ. സ്നേഹിക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ ഒരു പുരുഷൻ വേണമെന്ന് പറയുമ്പോ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ? എന്നെ ആൽബർട്ട് എന്നും കാണുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഫോട്ടോ? ഇതേ ലോഡ്ജിലിരിക്കുമ്പോ കാണാനാ. അയ്യേ, അതൊന്നും വേണ്ട. എന്റെ ഫോട്ടോ ആൽബർട്ടിന്റെ കയ്യിലിരിക്കുന്ന ആരെങ്കിലും കണ്ടാ എന്നെ പറ്റി അവരെന്നാ വിചാരിക്കും? തന്നെയല്ല, ഞാൻ വല്ലവർക്കും ഫോട്ടോ കൊടുത്തെന്നറിഞ്ഞാ ചാച്ചൻ എന്നെ കൊല്ലും. ഓ, എന്നാൽ ഞാൻ സത്യം പറയാം. ട്രീസയെ കുറിച്ച് പപ്പയും മമ്മിക്കും ഞാൻ വിശദമായി എഴുതിയിരുന്നു. ഉടൻ ട്രീസയുടെ ഒരു ഫോട്ടോ വാങ്ങിച്ച് അയച്ചു കൊടുക്കണമെന്ന് പപ്പ ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞു. അവര് വരാറായില്ലേ? അടുത്ത മാസം വരും. എന്നാ അവര് വരുമ്പോ എന്നെ കണ്ടാ മതി. അത് പിന്നെ കാണില്ലേ? ആൽബർട്ട് കെട്ടാൻ പോകുന്ന ട്രീസ ഫ്രാൻസിസ് എന്ന യുവസുന്ദരിയെ അവർ വരുന്ന അന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അന്നേരം എന്നെ കണ്ടാ മതി. ഒരു ഫോട്ടോ ചോദിച്ചപ്പോ ഇത്ര ഡിമാൻഡ്? ആ, ഡിമാൻഡാ. ഒരു ഫോട്ടോ അല്ല, 9 എണ്ണം തരാൻ നല്ല സുന്ദരി പെമ്പിള്ളേർ ക്യൂ നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് മൂളിയാ മതി. എന്നാ പിന്നെ ഒന്ന് മൂളിയേക്ക്, അതാ നല്ലത്. ക്യാമ്പസിലെ ചില പെമ്പിള്ളേരെ എനിക്ക് പ്രേമലേഖനം തരാൻ തുടങ്ങിയിട്ടുണ്ട്. എടോ, എന്നെ പോലെ കാണാൻ സുമുഖനായ ഒരു എലിജിബിൾ ബാച്ചിലറെ കണ്ട് എത്ര നാളാ അവരടങ്ങിയിരിക്കുക. എന്നാ പിന്നെ പപ്പയും മമ്മിയും വരുമ്പോ അക്കൂട്ടത്തിൽ ഒന്നിനെ കാണിച്ചു കൊടുത്താ മതി. ഒന്നിനെ ഇഷ്ടപ്പെട്ടില്ല വേറൊന്നിനെ എടുക്കാവല്ലോ. എന്നെ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? ട്രീസ, എന്താ ഇത്? പോകരുത്, ഇരിക്കൂ. എനിക്ക് വയ്യ.
മോളെ നാൻസി, നീ എന്തെടുക്കുക അവിടെ? ഞാൻ ഇവിടെ ഉണ്ട് ചായ. കാപ്പിയും കൊടുത്തിട്ട് നീ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുവാണോ? നിനക്കിഷ്ടമായോ ജെയിംസിനെ? ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ ഇത്രയും കൂടെ മീശ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പോടി കളി പറയാതെ. ജെയിംസിന് നിന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. ചെല്ല്, അവൻ മാത്രമേ ഉള്ളൂ അവിടെ ഇപ്പോ. എന്റെ പേര് മനസ്സിലായി കാണുമല്ലോ, ജെയിംസ്. ജോലി കിട്ടിയിട്ട് 8 കൊല്ലമായി. വേണ്ടാന്ന് വെച്ചിട്ടാ ഇതുവരെ പെണ്ണ് കേട്ടാഞ്ഞ്. ഇപ്പൊ അമ്മച്ചിക്ക് വലിയ നിർബന്ധം. അതിരിക്കട്ടെ, നാൻസി തിരുവനന്തപുരത്തായിട്ടിപ്പോ എത്ര നാളായി? 2 കൊല്ലം കഴിഞ്ഞു. എന്നാ ശമ്പളമുണ്ട്? 6000 കവിയും. ഹോസ്റ്റലിൽ മാസം എന്നാ കൊടുക്കണം? 700-800 വരും. അപ്പോ പുറം ചെലവെല്ലാം കൂടെ കൂട്ടിയാലും മാസം 1000 രൂപയിൽ കൂടുതലാകത്തില്ലല്ലോ. ഇല്ല. നാൻസി വീട്ടിൽ വല്ലതും കൊടുക്കുവോ? ഞാനൊന്നും കൊടുത്തില്ലെങ്കിലും ഇവിടെ മുട്ടില്ലാതെ കഴിയാനുള്ള വരുമാനം എന്റെ ഇച്ഛായനുണ്ട്. അതെ, അതെനിക്കറിയാം. അപ്പൊ മാസം 5000 രൂപ മീതി ഉണ്ടല്ലോ. ബാങ്കിലിടുവാണോ? നാൻസിയുടെ പേരിലാണോ? അതെ. ദേ, അതാണ് നല്ലത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകണം, അതാ ലാഭം. 4-5 കൊല്ലം കഴിഞ്ഞ് എടുത്താൽ മതിയല്ലോ. പിന്നെ കെട്ടുകഴിഞ്ഞാൽ നാൻസി കുറവലങ്ങാടിന് ട്രാൻസ്ഫർ മേടിക്കണം. ഇപ്പൊ തന്നെ അമ്മച്ചിക്ക് വീട് പണിയൊന്നും ചെയ്യാൻ മേലാതായിട്ടുണ്ട്. സെർവൻസ് ആരുമില്ലേ? ഓ, അതുങ്ങളെയൊക്കെ നിർത്താൻ പറ്റുമോ? മുടിഞ്ഞ ശമ്പളമല്ലേ ചോദിക്കുന്നേ. ആ, ബ്രോക്കർ നാൻസിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു. അത് കണ്ട് ഇഷ്ടപ്പെട്ടാ ഞാൻ വന്നത്. ഫോട്ടോയിൽ ചുരിദാറാണല്ലോ ഇട്ടേക്കുന്നേ. ബാങ്കിൽ പോകുമ്പോഴും ചുരിദാറാണോ വേഷം? ചിലപ്പോഴൊക്കെ. അതൊന്നും വേണ്ട കേട്ടോ. കെട്ടുകഴിഞ്ഞാൽ ഞാനൊന്നും സമ്മതിക്കത്തില്ല. ആ, ശരി, പോയിക്കോ. ഇനി എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാ ചോദിക്കേ. സിനിമ കാണാറുണ്ടോ? സിനിമയോ? ഞാൻ അതിനൊന്നും കാശ് കളയത്തില്ല. ആഴ്ചയിൽ 1 സിനിമയെങ്കിലും ഞാൻ കാണാറുണ്ട്. അതിരിക്കട്ടെ, സിഗരറ്റ് വലിക്കുമോ? ഹേയ്, എനിക്ക് അത്തരം ദുസ്വഭാവങ്ങളൊന്നുമില്ല. എനിക്ക് സിഗരറ്റിന്റെ മണം വലിയ ഇഷ്ടാ. എന്ന് വിചാരിച്ച് വലിക്കാത്തവരെ നിർബന്ധിക്കത്തില്ല. ഒരു കാര്യം കൂടി, മദ്യപിക്കുമോ? എന്താ, കളിയാക്കുവാണോ? ഹേയ്, അല്ലല്ല. ആണുങ്ങളായ വല്ലപ്പോഴും ഇത്തിരി വിസ്കിയോ ബ്രാൻഡിയോ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. ശരി, ഇനിയൊന്നും ചോദിക്കാനില്ല. ഇന്നലെയും ഞാൻ നാൻസിയെ കാണാൻ വന്നിരുന്നു. പിന്നെയും രണ്ടുപേരും കൂടി തെറ്റിയല്ലേ? ഞാൻ വീട്ടിൽ പോയേക്കുമായിരുന്നു. വന്നപ്പോഴേ അറിഞ്ഞു സംഭവങ്ങൾ. ഇത്തവണ കൂടി നാൻസി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ട്രീസ മിണ്ടാൻ പോലും സന്മനസ് കാണിക്കുന്നില്ല. ഇക്കണക്കിന് നിങ്ങളുടെ കെട്ട് കഴിഞ്ഞാലും എന്റെ സേവനം ഇടയ്ക്കിടെ വേണ്ടിവരുമല്ലോ. വേണ്ടിവരുമെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു മാരേജ് കൗൺസിലിംഗ് ബ്യൂറോ തുടങ്ങും. എന്നിട്ട് ഫീസും വെക്കും. നാൻസി വിചാരിച്ചാലേ ട്രീസയുടെ മനസ്സ് മാറും. ട്രീസയെ കഴിഞ്ഞ 1 കൊല്ലമായി എനിക്കറിയാം ആൽബർട്ടെ. സാധാരണ സ്ത്രീകളെ പോലെ അല്ല അവൾ. ആവശ്യമില്ലാതെ ആരോടും ചങ്ങാത്തം കൂടാൻ പോകത്തില്ല. പെരുമാറ്റത്തിൽ നല്ല അടക്കോ ഒതുക്കമുള്ള പെണ്ണ അവൾ. അവളെ കൂട്ടിന് കിട്ടിയാൽ അത് ആൽബർട്ടിന്റെ ലക്കാണെന്നേ ഞാൻ പറയും. അതൊക്കെ എനിക്കറിയാൻ നാൻസി. പക്ഷേ ചില നേരത്തെ അവളുടെ സ്വഭാവം കാണുമ്പോ. എന്ത് സ്വഭാവം? ട്രീസയ്ക്ക് എല്ലാ കാര്യത്തിലും എന്നെ സംശയവാ. അത് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ സംശയിക്കാതിരിക്കുന്നത് എങ്ങനാ? നിങ്ങൾ ആണുങ്ങൾ ഏത് കാര്യത്തിലും ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടും. ഞങ്ങൾക്കത് പറ്റത്തില്ല. നല്ലപോലെ ആലോചിച്ചേ ഞങ്ങൾ ഏത് കാര്യവും തീരുമാനിക്കൂ. ചിന്തിക്കാൻ എന്താ, നിങ്ങൾക്ക് മാത്രമേ തലച്ചോറുള്ളൂ. അതുകൊണ്ടല്ല, കല്യാണപ്രായമായ പെണ്ണ് വെടിമരുന്നും ആണ് തീയുമാണെന്ന നല്ല അറിവുള്ള കാരണവന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. തീ അടുത്തേക്ക് വരുമ്പോ വെടിമരുന്നിന് കെയർഫുൾ ആകാതിരിക്കാൻ പറ്റുമോ? ഒക്കെ ശരിയാ. ട്രീസ സുന്ദരിയാണ്, വിദ്യാസമ്പന്നയാണ്, കൊള്ളാവുന്ന ജോലിയും ഉണ്ട്. അവൾക്കെന്നെ ഇഷ്ടവുമാണ്. എല്ലാം നല്ലത്. പക്ഷേ എനിക്കിപ്പോ എന്തോ ഒരു സംശയം. കണ്ടോ, ഇതാണ് ആൽബർട്ടിന്റെ തനിനിറം. കുറച്ചു മുമ്പ് എന്താ എന്നോട് പറഞ്ഞത്? എല്ലാ കാര്യത്തിലും ട്രീസയ്ക്ക് സംശയമാണെന്ന്. ഈ പറയുന്ന ആൾ മാത്രം മഹായോഗ്യൻ. അതല്ല നാൻസി ഞാൻ പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ പരിചയമായതിനു ശേഷം അവൾ എത്ര തവണ പിണങ്ങിയിട്ടുണ്ടെന്നൊന്ന് ഓർത്തു നോക്കിയേ. ഇണക്കവും പിണക്കവും ഇല്ലാത്ത പ്രേമ എന്ത് പ്രേമ ആൽബർട്ടെ? ഞാൻ സംശയിക്കാൻ കാരണമുണ്ട് നാൻസി. ഇത്തവണത്തെ സൺഡേ സപ്ലിമെന്റിൽ എന്റെ ബർത്ത്ഡേ ഫോർകാസ്റ്റ് ഉണ്ട്. വിവാഹമണികൾ മുഴങ്ങുന്നുണ്ടെന്ന്. മുൻ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് ഒരു ഉപദേശവും. ആൽബർട്ട് പേടിക്കാതിരിക്കൂ, സഹായത്തിന് ഞാനില്ലേ. പാവം ആൽബി
ഇന്നും എന്നെ കണ്ട് സങ്കടം പറയാൻ വന്നു. കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, മനുഷ്യരായ പറയേണ്ടതേ പറയാവൂ. ആൽബി ഒരു ശുദ്ധ ഹൃദയനാണ്. തന്നെ വെറുതെ ഒന്ന് ചൂടുപിടിപ്പിക്കാൻ പറഞ്ഞതാ അതെല്ലാം. താൻ അതൊക്കെ വിശ്വസിച്ചോ? വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്നാലും പെട്ടെന്ന് അങ്ങ് താന്നു കൊടുക്കുന്നത് നല്ലതല്ലടോ. 2 ദിവസം വിഷമിച്ച് നടക്കട്ടെ, എന്നാലേ ഒരു പാഠം പഠിക്കൂ. അപ്പോ ആൽബിയെ തനിക്ക് വേണം. ആര് പറഞ്ഞു വേണ്ടെന്ന്? എങ്കിൽ ആൽബിയെ സന്തോഷിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം വരുന്നുണ്ട്. അടുത്ത സാറ്റർഡേ പുള്ളിയുടെ ബർത്ത്ഡേയാ. താൻ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ സൂത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയതാ. സൺഡേ സപ്ലിമെന്റിലെ ബർത്ത്ഡേ ഫോർകാസ്റ്റിൽ നിന്ന്. താനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം. സന്തോഷം മാത്രമല്ല, സർപ്രൈസും ആവും ആൽബിക്ക്. കൊടുക്കാം, പക്ഷേ എന്തു വാങ്ങും നാൻസി? ഇക്കാര്യത്തിൽ എനിക്ക് ഒരു പരിചയമില്ല. ഒരു നല്ല ഷർട്ട് വാങ്ങിക്കൊടുക്കാം, എന്താ? ആ ശരിയാ, അത് മതി. പക്ഷേ എനിക്ക് സെലക്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. അതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് തരാം. ഷർട്ട് അല്ലെങ്കിൽ ഒരു ജീൻസ് ആയാലും മതി. ആൽബി ജീൻസ് ഇട്ട് കണ്ടിട്ടില്ലല്ലോ. ജീൻസ് ഇട്ടാൽ നല്ല ഭംഗി കാണും. ഷർട്ടും ജീൻസും ഒന്നും വേണ്ടാടോ. അതിട്ടുകൊണ്ട് പെമ്പിള്ളാരുടെ മുമ്പിൽ ചെന്ന് മിനിങ്ങി നടക്കും. അത് വേണ്ട, വേറെ വല്ലതും പറ. എങ്കിൽ ഒരു ഷേവിംഗ് സെറ്റ് വാങ്ങിച്ചു കൊടുക്ക്. എന്നിട്ട് ദിവസം 2 നേരം ഷേവ് ചെയ്യാൻ പറ. തനിക്ക് തന്നെ അതിന്റെ ഗുണം. എനിക്കെന്ത് ഗുണമാ? കുറ്റിമീശ കൊണ്ട് നോവാതിരിക്കുമല്ലോ. അസത്തെ ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ആൽബർട്ട് ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ. പുതിയ ഷർട്ട് ഉഗ്രൻ. ആണോ? ട്രീസയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാ. ട്രീസയുടെ സെലക്ഷൻ കൊള്ളാം. ഷർട്ട് നല്ല ചേർച്ചയുണ്ട് ആൽബർട്ടിന്. ആ, എന്റെ സെലക്ഷന്റെ കാര്യത്തിലാ എനിക്കിപ്പോ സംശയം. അതെന്താ ആൽബർട്ടെ? ട്രീസ എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. എന്താ, നിങ്ങൾ തമ്മിൽ വീണ്ടും തല്ലു നടന്നോ? ഒരു സിനിമ കാണാൻ വിളിച്ചിട്ട് അവള് വരുന്നില്ല. ട്രീസയ്ക്ക് സിനിമ ഇഷ്ടമല്ല, അതാ കാര്യം. ഇഷ്ടമില്ലെങ്കിലും എന്നെ സന്തോഷിപ്പിക്കാനെങ്കിലും വന്നൂടെ? അപ്പോ അതൊന്നുമല്ല കാര്യം. കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ അന്യപുരുഷന്മാരോടൊപ്പം സിനിമയ്ക്ക് പോവുകയോ? പാടില്ല, ഒരിക്കലും പാടില്ല. ആൽബർട്ട് അന്യപുരുഷനല്ലല്ലോ. ഇത്രയൊക്കെ ആയിട്ടും ട്രീസയ്ക്ക് എന്നെ വിശ്വാസമായിട്ടില്ല നാൻസി. സിനിമയ്ക്ക് വരാമെന്ന് പറഞ്ഞു. നാൻസിയും കൂടെ ഉണ്ടെങ്കിൽ. അയ്യോ, അത് ശരിയാവത്തില്ല. നാൻസി വരുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് വിരോധമുണ്ടല്ലോ ആൽബർട്ടെ. ട്രീസ വരും, അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. എന്തോ എനിക്ക് വിശ്വാസമില്ല. അടുത്ത ശനിയാഴ്ച ഒരു ഫിലിമിന് പോകാൻ ആൽബർട്ട് എന്നെ ക്ഷണിച്ചു നാൻസി. ഏത് ഫിലിമിന്? ഓ, അങ്ങനെയൊന്നുമില്ല. എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ ആൽബർട്ടിന്. അതിലെന്താ തെറ്റ്? ന്യായമായ ആഗ്രഹം ആൽബിയുടേത്. അതത്ര ന്യായമായ ആഗ്രഹമാണെന്ന് എനിക്ക് തോന്നിയില്ല. ചെല്ലാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ ട്രീസ? തനിക്ക് ഈ ആണുങ്ങളെ അറിയാൻ മേലാഞ്ഞിട്ടാ. ഭയങ്കര തന്ത്രശാലികളാവർ. നമ്മളൊന്ന് കണ്ണടച്ചാ അവർ കൈയിട്ട് വാരും. എവിടുന്ന് കിട്ടി തനിക്ക് പുരുഷ വിജ്ഞാനം? വിമൻസ് കോളേജിൽ മാത്രല്ലേ താൻ പഠിച്ചിട്ടുള്ളൂ? അതിനൊക്കെ കോമൺ സെൻസ് മാത്രം മതിയടോ. എന്റെ കയ്യേലൊന്ന് തൊട്ടോട്ടെ എന്ന് ആൽബർട്ട് ഇന്നലെ ചോദിച്ചു. ഞാൻ സമ്മതിച്ചില്ല. സമ്മതിച്ചാ പിന്നെ ഒന്ന് ഉമ്മ വെച്ചോട്ടെ എന്നായിരിക്കും അടുത്ത ചോദ്യം. തനിക്കിങ്ങനെ ചിരിക്കാം. ശനിയാഴ്ച ഞാൻ ആൽബർട്ടിന്റെ കൂടെ സിനിമയ്ക്ക് പോയാ പിന്നത്തെ ആഴ്ച കന്യാകുമാരിക്ക് ഒരു ഉല്ലാസയാത്രയ്ക്ക് ക്ഷണിക്കും. ആൽബി തന്നെ കെട്ടാൻ പോവല്ലേടോ, പിന്നെന്താ? എന്നൊക്കെ ആൽബർട്ട് പറയുന്നതല്ലേ. ഈ പുരുഷന്മാരുടെ തന്ത്രങ്ങളൊന്നും തനിക്കറിയത്തില്ല. വാഗ്ദാനങ്ങൾ നൽകാൻ മിടുക്കന്മാരവർ, അത് ലംഘിക്കാൻ മിടുമിടുക്കന്മാരും. എനിക്ക് അനുഭവമില്ല. എനിക്കും അനുഭവമില്ല. പക്ഷേ പലരുടെയും അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കോഴിക്കോട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന ആനി തോമസ് ആത്മഹത്യ ചെയ്തു. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മോതിരം മാറ്റൽ വരെ നടത്തിയതാ. 2 പേരും കൂടെ അതിന്റെ ബലത്തിൽ പലയിടത്തും ചുറ്റി നടന്നു. ഒടുവിൽ അയാൾ കാലുമാറി. അപ്പോഴേക്കും അവൾക്ക് അബദ്ധം പറ്റി കഴിഞ്ഞിരുന്നു. എല്ലാവരും അറിഞ്ഞ ബന്ധമല്ലേ. നാണക്കേടോർത്ത് അവൾ സീലിംഗ് ഫാനിൽ സാരി കെട്ടി തൂങ്ങി. ട്രീസ പറയുന്നത് കാര്യമുണ്ട്, സമ്മതിച്ചു. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം. പക്ഷേ തന്റെ ഈ കടുംപിടുത്തത്തിനിടയിൽ ജീവിതത്തിലെ സുന്ദരമായ പല സൗഭാഗ്യങ്ങളും ചോർന്നു പോകുന്ന കാര്യം താൻ അറിയുന്നില്ല. എനിക്കറിയാം നാൻസി, പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടു പോകാതിരുന്നാൽ ഒരപകടവും വരത്തില്ല. ആൽബിയുടെ പപ്പയും മമ്മിയും വന്നു കഴിഞ്ഞാൽ ഉടൻ പുള്ളി തന്നെ കെട്ടും.
എന്നെനിക്ക് വിശ്വാസമുണ്ട്. പപ്പയ്ക്കും മമ്മിക്കും എന്നെ കണ്ടിട്ട് ബോധിച്ചില്ലെങ്കിൽ അതോടെ എല്ലാം തീരത്തില്ലേ? തന്നെ കണ്ടാൽ ആർക്കാടോ ഇഷ്ടപ്പെടാത്തെ? ഹോ, പറഞ്ഞു താൻ എന്നെ കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞല്ലോ. ട്രീസ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പം വന്നേ. അടുത്ത ഞായറാഴ്ച പപ്പയും മമ്മിയും ഇവിടെ എത്തും. ഇന്നലെ ഫോണുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊരു 12 മണിയാവുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ട്രീസയെ കാണാൻ ഹോസ്റ്റലിൽ വരും. റെഡിയായിരിക്കണം കേട്ടോ. അയ്യോ, അവർക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിലോ? ആ, എന്റെ ഇഷ്ടമാ ട്രീസയെ, അവരുടെ ഇഷ്ടം. കഴിയുമെങ്കിൽ 1 മാസത്തിനും മാരേജ് നടത്തണമെന്നാ പപ്പ പറയുന്നത്. ഷോ, ഇനി വെറും 3 ദിവസമല്ലേ ഉള്ളൂ. എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നേ? ചിലപ്പോ തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ ട്രീസയുടെ ചാച്ചനെ കാണാൻ പോവും. വീട്ടിലെ ഫോൺ നമ്പർ തരണം, ഞായറാഴ്ച ഒന്ന് വിളിച്ചു പറയാനാ. ആൽബർട്ടിന് എന്നോട് പിണക്കമുണ്ടോ? എന്തിന്? സിനിമയ്ക്ക് പോകാൻ വിളിച്ചിട്ട് വരാഞ്ഞതിന്. വരുന്ന ട്രീസയ്ക്ക് ഇഷ്ടമില്ലല്ലോ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഞാൻ നിർബന്ധിക്കത്തില്ല. എനിക്ക് ഇഷ്ടമാ, ഞാൻ വരാം. ഏ, ഗുഡ് ഗേൾ. എങ്കിൽ ശനിയാഴ്ച നമുക്കൊരു നൂൺ ഷോ കാണാം. ഒരു നല്ല പടമുണ്ട്. ഇന്ന് തന്നെ ഞാൻ 2 ടിക്കറ്റ് റിസർവ് ചെയ്യാം. എവിടാ തിയേറ്റർ? ആ റെയിൽവേ സ്റ്റേഷൻ അടുത്താ. ഞാൻ ഹോസ്റ്റലിൽ വന്ന് ട്രീസയെ കൊണ്ടുപോവാം. എന്താ? ഹോസ്റ്റലിൽ വരണ്ട ആൽബർട്ടെ. എന്നെ വന്ന് വിളിച്ചോണ്ട് പോകുന്ന കണ്ട പിന്നെ അത് മതി അവിടെയുള്ള ചിലർക്ക് കഥകൾ മെനഞ്ഞുണ്ടാക്കാൻ. ഞാൻ അവിടെ വരാം. എന്നാൽ ഒരു 11 ആവുമ്പോൾ തിയേറ്ററിന് മുന്നിൽ വരണം. ഞാനവിടെ നിൽക്കാം. ഓക്കേ? ഓക്കെ. എന്താ നളിനി? വാ ചേച്ചി, ഒരു കാര്യം പറയാനുണ്ട്. നാൻസി ചേച്ചി കേൾക്കണ്ട. എന്ത് കാര്യമാ നളിനി? ഇന്ന് ആൽബർട്ട് സാറിനെ കാണാൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പെണ്ണ് വന്നായിരുന്നു. പെണ്ണോ? പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു 10-20 വയസ്സ് വരും. കാണാൻ സുന്ദരിയാ. ആളിത്തിരി മോഡേണാ. ജീൻസും ഷർട്ടുമാ വേഷം. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വരാന്തയിൽ നിന്ന് 2 പേരും കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് 2 പേരും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതും കണ്ടു. ട്രീസേ, മണി 10:30 അതിന് ഞാനെന്ത് വേണം? എന്താ പോകാനൊരുങ്ങാത്തെ? 11 ആവുമ്പോ തിയേറ്ററിന്റെ മുന്നിൽ ചെല്ലാമെന്നല്ലേ താൻ ആൽബിയോട് പറഞ്ഞത്? ഞാൻ പോകുന്നില്ല. അതെന്താ? ഞാൻ ചെന്നില്ലെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പവും വരില്ലടോ. സിനിമയ്ക്ക് പോകാനല്ല, എന്തിനും തയ്യാറായി പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ട്. എന്താ ട്രീസേ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്നലെ രാത്രി മുതൽ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നു. എന്താ പറ്റിയത്? ഇന്നലെ അയാളെ കാണാൻ ഡിപ്പാർട്ട്മെന്റിൽ ഏതോ ഒരു ഉരുമ്പെട്ടവൾ ചെന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 പേരും കൂടെ ഒരു ഓട്ടോയിൽ കയറി അവർക്ക് ആവശ്യമുള്ളിടത്ത് പോവുകയും ചെയ്തു. ആര് പറഞ്ഞു തന്നോട് ഇതൊക്കെ? ആര് പറഞ്ഞാലെന്താ, നടന്ന കാര്യങ്ങളായതല്ല. ആൽബിയെ കാണാൻ വന്നത് പരിചയമുള്ള ആരെങ്കിലും ആയിക്കൂടെ? ചിലപ്പോ ബന്ധുവാകാനും മതി. ബന്ധുവോ? അയാളുടെ ബന്ധുക്കളൊക്കെ അമേരിക്കയിലല്ലേ. വന്നവൾ അത്ര ചില്ലറക്കാരിയൊന്നും അല്ലെന്നാ ഞാൻ അറിഞ്ഞത്. സത്യം അറിയാതെ ഒന്നും വിശ്വസിക്കരുത് ട്രീസേ. താൻ ചെന്ന് ആൽബിയോട് ചോദിച്ചു നോക്ക്. എന്നിട്ട് മതി നിഗമനങ്ങളിലെത്തുന്നത്. തീയില്ലാതെ പുകയുണ്ടാകത്തില്ല. എനിക്കിപ്പോ ആരുടെയും വിശദീകരണമൊന്നും കേൾക്കണ്ട. ട്രീസ, നാളെ ആൽബിയുടെ പപ്പയും മമ്മിയും തന്നെ കാണാൻ വരാനിരിക്കുമല്ലേ. ഈ സമയത്ത് നീ ഇങ്ങനെ പെരുമാറരുത്. അതിനു മുമ്പ് ഇതൊക്കെ അറിയാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാ. ഇത് ക്രൂരതയാ ട്രീസ. ക്രൂരത കാണിച്ചത് അയാളാ. താൻ ചെല്ലുന്നതും കാത്ത് ആ പാവ ഇപ്പോൾ തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ പോകുന്നില്ല. തന്നെ കാണാഞ്ഞ് ആൽബി വിഷമിക്കും. വിഷമിക്കട്ടെ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. താൻ സിനിമയ്ക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ ചെല്ലാൻ പറ്റില്ല എന്ന് അറിയിക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണം. ഒരു ഓട്ടോ പിടിച്ച് ചെല്ലണം. ആൽബിയെ കണ്ട് വിവരം പറയണം. ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോരണം. എന്നാ താൻ കൂടെ വാ. എന്നാ ഞാനും വരാം. വേഗം റെഡിയാകും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വരില്ലെന്ന് അറിയിച്ചാ മതിയല്ലോ. താൻ ചെന്നൊന്ന് പറഞ്ഞിട്ട് വാ. അത്രയ്ക്ക് വാശിയോ തനിക്ക്? ആ, വാശിയാ. ശരി, ഞാൻ ചെന്ന് പറയാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പു തരണം. നാളെ ആൽബിയുടെ പപ്പയും മമ്മിയും വരുമ്പോ താൻ ഈ വേല എടുക്കരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്.
ആൽബർട്ട്, കാത്തുനിന്ന് മടുത്തു അല്ലേ? എ, ആ നാൻസിയോ? അരമണിക്കൂറായി ഞാനിവിടെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. 5 മിനിറ്റേ ഉള്ളൂ സിനിമ തുടങ്ങാൻ. ട്രീസ എവിടെ? ട്രീസയ്ക്ക് വരാൻ പറ്റത്തില്ല. അതറിയിക്കാനാ ഞാൻ വന്നത്. ഏ, എന്താ കാര്യം? വീട്ടിൽ നിന്ന് രാവിലെ അവളുടെ ബ്രദർ വന്നിട്ടുണ്ട്. ഛേ, ഞാൻ എത്ര പ്രതീക്ഷിച്ചതാ. കളഞ്ഞു കുളിച്ചല്ലോ. വിഷമിക്കണ്ട, ഇനിയും ഉണ്ടല്ലോ നൂൺ ഷോകളും മാറ്റിനികളും. ഹോ, എത്ര നിർബന്ധിച്ചിട്ടാ ട്രീസ വരാമെന്ന് സമ്മതിച്ചത്. നോക്കി നോക്കി ഇന്ന് കണ്ണു കഴിച്ചപ്പോ എനിക്കെന്ത് ദേഷ്യം വന്നെന്നറിയാവോ? രാവിലെ ലോഡ്ജിലേക്ക് ഫോൺ ചെയ്ത് വിവരമൊന്നും അറിയിക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ലല്ലോ. അതുകൊണ്ടല്ലേ ആൽബർട്ടെ വിവരം അറിയിക്കാൻ അവൾ എന്നെ പറഞ്ഞു വിട്ടത്. ദാ കണ്ടില്ലേ, 2 ടിക്കറ്റ് ഉണ്ട്, റിസർവ് ചെയ്തതാ. ഇനി എന്ത് ചെയ്യും? ആൽബി കയറി കണ്ടോളൂ. 2 ടിക്കറ്റ് ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, നാൻസി വരൂ, നമുക്ക് സിനിമ കാണാം. അയ്യോ, അത് വേണ്ട, ഞാൻ വരുന്നില്ല. അതെന്താ? അത് ശരിയല്ല. കാരണം? ട്രീസയ്ക്ക് വിഷമാവും. അവൾക്ക് വേണ്ടി വാങ്ങിയ ടിക്കറ്റല്ലേ ഇത്. ഓ, പക്ഷെ അവൾക്ക് വരാൻ പറ്റില്ലല്ലോ. എന്നാലും ട്രീസയ്ക്ക് അത് ഇഷ്ടമാവില്ല. അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനാണ് ആൽബി. ഞാൻ കൂട്ടുകാരിയാണെങ്കിലും ആൽബി മറ്റൊരു പെണ്ണുമായി ചങ്ങാത്തം കൂടുന്നത് അവൾക്ക് സഹിക്കില്ല. എടോ, ഞാൻ ട്രീസയെ കെട്ടാൻ പോവുകയാണെന്ന് വെച്ച് എന്റെ സ്വാതന്ത്ര്യമെല്ലാം അടിയറ വെക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒന്നിച്ചൊരു സിനിമ കണ്ടെന്ന് വെച്ച് എന്ത് കുഴപ്പമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ. ട്രീസയെ ആൽബി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ അവളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണിത്. നാൻസി വരൂ. ഛേ, എന്റെ കയ്യിന്ന് വിടൂ ആൽബി, പ്ലീസ്. ഇല്ല, നമ്മൾ ഇന്ന് ഒരുമിച്ചിരുന്നൊരു സിനിമ കാണുന്നു. വാടോ. എന്താ ഇത്? സിനിമ ഇഷ്ടായോ നാൻസിക്ക്? ഞാൻ സിനിമ കണ്ടില്ല. ട്രീസയെ കുറിച്ചായിരുന്നു സകല സമയത്തും എന്റെ ഓർമ്മ. മണി 2 കഴിഞ്ഞല്ലോ. വിശക്കുന്നില്ലേ നാൻസിക്ക്? നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം എനിക്കറിയാം. വേണ്ട ആൽബി, ഹോസ്റ്റലിൽ ചെന്ന് ട്രീസയെ കണ്ടാലേ എനിക്ക് സമാധാനം കിട്ടൂ. ട്രീസയെ കാണുമ്പോ ഉള്ള മനസ്സമാനം കൂടി ഇല്ലാതായെന്നും വരാം. എങ്കിൽ ആൽബി അതിനുത്തരവാദി. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഏതോ കവി ചോദിച്ചിട്ടുണ്ട്. ആരാണെന്ന് ഓർമ്മയുണ്ടോ നാൻസിക്ക്? ഷേക്സ്പിയർ ആണെന്ന് തോന്നുന്നു. ഒരു പേരിൽ പലതും ഉണ്ടെന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണ് എന്നെ ആൽബി എന്ന് വിളിക്കാൻ നാൻസിക്ക് തോന്നിയത്? എന്തോ എനിക്കറിയില്ല. അതിൽ വേറൊന്നും വിചാരിക്കരുത്. ട്രീസ എന്നെ ആൽബർട്ട് എന്നല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല. ആൽബി എന്ന് എന്നെ നാൻസി അല്ലാതെ വേറെ ആരും വിളിച്ചിട്ടുമില്ല. ഞാനൊരു ഓട്ടോയിൽ പോയിക്കോട്ടെ? ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞാൻ കൊണ്ടുവിടാം. അതിരിക്കട്ടെ, നാൻസി എന്താ കല്യാണം കഴിക്കാനൊന്നും ഉദ്ദേശമില്ലേ? എണ്ണം തെറ്റി ഒരു 100 രൂപ നോട്ട് തിരികെ തരാൻ എന്റെ ബാങ്കിൽ ഒരു രാജകുമാരൻ വരുമെന്നും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നാൻസി തെറ്റിദ്ധരിക്കുമോ? ഇല്ല, പറയൂ. നാൻസിയെ കാണുമ്പോ എനിക്കൊരു നഷ്ടബോധമാണ് തോന്നുന്നത്. അതെന്തേ? ബാങ്ക് തെറ്റിയാണ് ഞാൻ അക്കൗണ്ട് തുടങ്ങിയെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഇത്രയുമാണ് ട്രീസ സംഭവിച്ചത്. എനിക്കൊരു അപേക്ഷയുണ്ട്. താൻ വെറുതെ തെറ്റിദ്ധരിക്കരുത്. ഏയ്, എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. ആൽബർട്ട് സിനിമയ്ക്ക് വിളിച്ചു, താൻ ക്ഷണം സ്വീകരിച്ചു. അതിലെന്താ തെറ്റ്? വീട്ടിൽ നിന്ന് ബ്രദർ വന്നതുകൊണ്ടാ താൻ ചെല്ലാത്തത് എന്നാണ് ആൽബിയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നാളെ കാണുമ്പോ അങ്ങനെ പറയാവൂ. അപ്പോ നാളെ വരുമോ? വരും. എന്താ ഇത്ര സംശയം? താൻ ഫിലിമിന് ചെല്ലാഞ്ഞതിൽ ആൽബിക്ക് വിഷമമുണ്ട്. ലോഡ്ജിലേക്കൊന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നതിൽ തെറ്റില്ല. ശരി, ആലോചിക്കാം. നമ്മൾ ചെല്ലുന്ന കാര്യം നീ അവളെ അറിയിച്ചിട്ടുണ്ടോ ആൽബർട്ട്? ഉണ്ട് പപ്പ. 11 ആകുമ്പോ നമ്മൾ ചെല്ലുമെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവളെ കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയി ലഞ്ച് കഴിച്ചോണ്ട് സംസാരിക്കാം. അതല്ലേ നല്ലത്? അതെ അതെ, ഹോസ്റ്റലിൽ ഇരുന്ന് സ്വസ്ഥമായി സംസാരിക്കാൻ പറ്റുകയില്ല. ദാ എത്തിയല്ലോ. പപ്പയും മമ്മിയും കാറിൽ തന്നെ ഇരുന്നാ മതി. ഞാൻ ചെന്ന് ട്രീസയെ വിളിച്ചോണ്ട് ഇപ്പം വരാം. ആൽബർട്ട്, വേഗം വരണം കേട്ടോ. ശരി പപ്പ.
ട്രീസ, ദാ അവരെത്തി. താൻ വേഗം താഴേക്ക് ചെല്ല്. ആൽബി ആളിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാൻ പോകുന്നില്ല. തനിക്ക് ആൽബിയുടെ പപ്പയും മമ്മിയും കാണണ്ടേ? എനിക്കാരെയും കാണണ്ട. എന്ത് ഭ്രാന്താ ട്രീസ താനീ പറയുന്നത്? ഇന്നലെ താൻ എനിക്ക് പ്രോമിസ് ചെയ്തതല്ലേ ആൽബിയോട് പിണക്കം കാണിക്കത്തില്ലെന്ന്? ഞാൻ ആ പ്രോമിസ് പിൻവലിച്ചിരിക്കുന്നു. സൗന്ദര്യ പിണക്കത്തിനുള്ള സമയമല്ല ട്രീസ ഇത്. ആൽബിയെ വിഷമിപ്പിക്കാതെ വേഗം ചെല്ല്. ആൽബിയോട് തനിക്ക് എന്താ ഇത്ര കാരുണ്യം? എനിക്ക് കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പിന്നാലെ നടക്കുന്ന ഒരുത്തനെ എനിക്ക് വേണ്ട. അത് ഞാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ അയാളുടെ അപ്പനെ അമ്മയും കാണാൻ പോകുന്നേ? അയാൾക്ക് ഇഷ്ടമുള്ള ആളെ കെട്ടിക്കോട്ടെ, എനിക്കൊരു ചുക്കുമില്ല. ട്രീസ, നാൻസി, ഇക്കാര്യത്തെക്കുറിച്ച് താൻ ഇനി ഒന്നും എന്നോട് മിണ്ടണ്ട. നാൻസി, ട്രീസ എവിടെ? ട്രീസ വരുമെന്ന് തോന്നുന്നില്ല. ഏ, എന്തോ തെറ്റിദ്ധാരണയുണ്ട്. എന്തെങ്കിലും കാരണം പറഞ്ഞ് പപ്പയും മമ്മിയും ആൽബി തിരിച്ചു കൊണ്ടുപോ. നാളെ ബാങ്കിൽ ചെന്ന് ആൽബി ട്രീസയോട് സംസാരിക്കണം. എല്ലാം ശരിയാകും. കാര്യം എന്താണെന്ന് തെളിച്ചു പറ നാൻസി. ഇന്നലെ ട്രീസ ഫിലിമിന് വരാഞ്ഞത് ബ്രദർ വന്നതുകൊണ്ടൊന്നും അല്ല. പിന്നെ ആൽബിയോട് പിണങ്ങിയിട്ടാണ്. എന്തിന്? മിനിഞ്ഞാന്ന് ആൽബിയെ കാണാൻ ജീൻസും ഷർട്ടും ധരിച്ച ഒരു പെണ്ണ് ഡിപ്പാർട്ട്മെന്റിൽ വന്നു. എങ്ങനെയോ ട്രീസ അക്കാര്യം അറിഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുക. ഓ മൈ ഗോഡ്, ഞാൻ മടുത്തു നാൻസി. റിയലി ഐ ആം ഫെഡ് വിത്ത് ഹർ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ സംശയിക്കുന്ന ഒരു പെണ്ണിന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? ആരായിരുന്നു ആൽബിയെ കാണാൻ വന്നത്? അയ്യോ, അത് പപ്പയുടെ അനിയന്റെ മോളാ മീന, എന്റെ പെങ്ങൾ. അവൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ BDS പഠിക്കുക. നമ്മൾ രണ്ടുപേരും കൂടെ ഇന്നലെ സിനിമ കണ്ടതും ട്രീസയെ അപ്സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എത്ര പറഞ്ഞതാ വേണ്ടെന്ന്. പപ്പയോടും മമ്മിയോടും ഞാൻ ഇനി എന്ത് പറയും? എന്റെ വാക്കിന് ഒരു വിലയുമില്ലാതായി പോവല്ലോ. ട്രീസയ്ക്ക് സുഖമില്ലെന്നോ മറ്റോ പറയും. അത് വേണ്ട. ഇത്തവണ കൂടി എനിക്ക് നാൻസിയുടെ ഹെൽപ്പ് വേണം. ഞാൻ എന്ത് ചെയ്യണം? വാ പറയാം. പപ്പയും മമ്മിയും കാറിലുണ്ട്. പപ്പ, മമ്മി നോക്കിക്കേ, ഇതാണ് നമ്മുടെ കഥാനായിക മിസ് നാൻസി ജോസഫ്. ഓ, ഹലോ നാൻസി, ഞാൻ ഇവന്റെ പപ്പ. മോളെ പറ്റി ഇവൻ എനിക്ക് എഴുതിയപ്പോഴേ വിചാരിച്ചു ഇവന്റെ സെലക്ഷൻ മോശമാകത്തില്ല. ആൽബി, എന്താണിത്? മോളൊന്നും പറയണ്ട. വാ, നമുക്ക് പുറത്തെവിടെങ്കിലും പോയിരുന്ന് സംസാരിക്കാം. കാറിലോട്ട് കയറ്. നാൻസി കയറ്. പക്ഷേ ആൽബി. നാൻസി ഒന്നും പറയണ്ട. ഇത് ഇങ്ങനെയായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വാ. എന്റെ മോളെ, എങ്ങനെ ഇവൻ നിന്നെ വലയിലാക്കിയേ? അതോ, അത് പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട നാൻസി. പക്ഷേ ആൽബർട്ടേ, ട്രീസ എന്നല്ലേ നീ ആദ്യം പറഞ്ഞ പേര്? അതിപ്പോ എങ്ങനെ നാൻസിയായി? പപ്പ, സ്നേഹം കൂടുമ്പോ ഞാനിവളെ നാൻസി എന്നാ വിളിക്കാറുള്ളത്. നാൻസി. സ്നേഹിത KK സുധാകരൻ എഴുതിയ നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ആൽബർട്ട് രവി വള്ളത്തോൾ, ട്രീസ ഭാഗ്യലക്ഷ്മി, നാൻസി മീന നെവിൽ, റീന കലാമണ്ഡലം സോഫിയ ജെയിംസ്, കുസുമം ജോൺസി തോമസ്, നളിനി ശ്രീലത മേനോൻ, ആൽബർട്ടിന്റെ പപ്പ M സോമശേഖരൻ നായർ, ആൽബർട്ടിന്റെ മമ്മി ഗിരിജ പ്രേമൻ, നാൻസിയുടെ ജ്യേഷ്ഠൻ പള്ളിപ്പുറം ജയകുമാർ, ജെയിംസ് അഭയൻ കലവൂർ, ലോഡ്ജ് മാനേജർ പനാമ ജോസ്. സാങ്കേതിക സഹായം KA സുകുമാരൻ. സംവിധാനം മുഹമ്മദ് റോഷൻ.